ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ആദ്യം തന്നെ നമുക്ക് ഒരു 250 ഗ്രാം ചിക്കൻ വേണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കാബേജും ക്യാരറ്റും ചിക്കനുമാണ് വേണ്ടത്. അത് ഇതുപോലെ നമുക്ക് നീളത്തിലാണ് എല്ലാം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചിക്കന് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. കുറച്ച് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊരു ക്യാരറ്റും ഒരു കഷ്ണം കാബേജും വേണം ഇതിന്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്കുമാണ്. കുട്ടികൾക്കെല്ലാം സ്കൂൾ വിട്ടിട്ട് വന്നാൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ കഴിക്കും ഇത്. അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. എന്നാലേ നമുക്ക് നേർങ്ങനായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ പീൽ ചെയ്തിട്ടെടുക്കാം. ഇനി അത് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് നേർങ്ങനായിട്ട് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അങ്ങനെ പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടെടുത്ത് ഇതുപോലെ നല്ല നേർങ്ങനായിട്ട് നമുക്ക് കിട്ടും. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കാബേജും കൂടി കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കാബേജും കൂടി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബന്ന് തയ്യാറാക്കണം. അതിന് ഞാൻ ഒരു ഗ്ലാസ് ലൈറ്റ് ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ഈസ്റ്റും 1/2 സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ട് 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈസ്റ്റും പാലും കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. നമ്മൾ കുബൂസിനെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇത് കുഴച്ചെടുക്കണ്ടേ. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 1-2 മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും ഇത്. അപ്പോൾ നമുക്ക് അവിടെ അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എല്ലായിടത്തും നല്ല നിരത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കാബേജും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ നമുക്കിത് വെക്കണം. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതൽ മസാലപ്പൊടികളൊന്നും വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ചിക്കൻ്റെ ഒന്നിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയൊന്നും മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അട മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ മാവ് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 2-3 ബോൾസ് ആക്കിയിട്ട് അട വെച്ചിട്ട് ഇത് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല വലിപ്പമുള്ള ബോൾസ് തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ 3 ബോൾസാണ് ആക്കിയെടുത്തത്. ഇനി ഇതെങ്ങനെ പരത്തണ്ടേ നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല റൗണ്ടായിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ അടപ്പോ എന്തെങ്കിലും അടപ്പോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ബാക്കി വരുന്ന പീസ് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇത് ചെറിയ റൗണ്ടിൽ നമുക്കൊരു ബണ്ണ് കിട്ടി. അത് നമുക്ക് ഇനി ചുട്ടെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അട മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച ബന്നില്ലേ അത് ഇങ്ങനെ ഇട്ടിട്ട് ചുട്ടെടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മളെ ബട്ടറും ആ മല്ലിയിലയും കൂടിയുള്ള മിക്സ് ഇതിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് 2 ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് കുറച്ച് മയോണൈസ് വേണം. അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ടൂത്ത് പിക്കില്ല അത് വേണേ. അപ്പോൾ ഓരോരു ബന്ന് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മയോണൈസ് ഓരോരോ സ്പൂണ് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് ഇല്ലേ അതിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ടൂത്ത് പിക്കില്ലേ അതിങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നാലേ അത് ഇതുപോലെ ഇങ്ങനെ നല്ല ഷേപ്പായിട്ട് നിൽക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിനും നമുക്ക് എന്തെങ്കിലും പാർട്ടിയെല്ലാം ഉണ്ടായാലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ കുറിച്ചിട്ടുള്ള കമൻ്റ് ഇടാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.